എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറയുവാണേ. അപ്പോൾ തേണ്ടേ നമ്മളിന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മളിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. അതും പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. വളരെ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും ആയിട്ടുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാവേ. അതിനായിട്ട് വേണ്ട ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കപ്പളവിൽ എടുക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വേണ്ട പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോഴത്തേന് വേണ്ട നമ്മൾ ചെറുതീയിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. സമയമെടുത്ത് ഇത് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോയാൽ ഭയങ്കര കയ്പ്പായിരിക്കും. കരിഞ്ഞു പോവുകയും ചെയ്ത് തന്നാൽ കുറച്ച് കളറും വേണം. അതേ രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേന് ഇതൊന്ന് പതഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ആ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് ആയി വരണം. അപ്പോഴത്തേന് ഞാൻ അതിനൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പം കറക്റ്റായി വന്നിട്ടുണ്ട്, പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലയിപ്പിക്കണം. ലയിപ്പിച്ച് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഇത് കണ്ട നമ്മുടെ ക്യാരമലൈസ് ഇതുപോലത്തെ കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ആറാനായിട്ട് വെക്കാം. ആറി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് പിന്നെ നമ്മൾ പൊടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1.5 കഷ്ണം പട്ടയും പിന്നെ ഒരു 4-5 ഗ്രാമ്പുവും പിന്നെ ഒരു 3-4 ഏലക്കയുടെ തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ അരിയും പിന്നെ നമ്മൾ കുറച്ച് ജാതിക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതെല്ലാം നമ്മൾ ഈ സ്പൈസസൊക്കെ ചേർക്കുന്നുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുക്കണേ. അതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു 250 ml കപ്പിൽ 1 കപ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു 100 ഗ്രാം ബട്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെച്ചതാണ് തണുപ്പ് മാറാനായിട്ട്. ഇപ്പോൾ തണുപ്പ് മാറി വന്നിട്ട് നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററില്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്താലും നന്നായിട്ട് കിട്ടും. മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ ബീറ്ററുള്ളതുകൊണ്ട് ബീറ്ററിനകത്ത് ഞാനൊന്ന് അടിച്ചെടുക്കുവാണ്. അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് ഇതിനകത്തോട്ട് അരിപ്പ വഴി അരിച്ചൊന്നിടുവാണ്. നമ്മുടെ സ്പൈസസിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെന്ന് വിചാരിച്ച് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ പാത്രം ചെറുതായിപ്പോയി. അപ്പോൾ ഞാൻ പാത്രവും കൂടി ഒന്ന് മാറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിനകത്ത് തന്നെയാണേലും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിത് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 മുട്ടയാണ് എടുക്കുന്നത്. ബീറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് കുറച്ച് താഴോട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 2 മുട്ടയും ഒരു 1.5 ടീസ്പൂണോളം നമ്മളുടെ വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഇരിക്കുന്ന നമ്മുടെ പഞ്ചസാരയുടെ കാരമൽ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 കപ്പോളം ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കാഷ്നട്ട് ഇത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്, റമ്മിനകത്ത് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് പൊടികൾ നമ്മൾ അരിച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് കേക്ക് ടിൻ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണയൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ ഓവൻ സെറ്റപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴത്തേന് ഞാനിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നമ്മുടെ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഒന്ന് ചൂടായി കിടക്കുവാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇതിൻ്റെ പുറത്തൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ചൂടായി കിടക്കുവാണ്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഒരു മണിക്കൂർ നമുക്ക് നോക്കാം. ഓരോരുത്തരുടെയും തീയുടെ അനുസരിച്ചാണ്. എനിക്കിത് വെന്ത് കിട്ടിയിരിക്കുന്നത് ഒരു 1.25 മണിക്കൂറോളം എടുത്തിട്ടാണ് വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മണമാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് നമ്മുടെ കേക്ക്. അപ്പം നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസിന് ഇതേ രീതിയിൽ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇന്ന് തന്നെ മുറിക്കരുത്. ക്രിസ്മസിന് വേണ്ടിയിട്ടുണ്ടാക്കും. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ വേണം ഇത് മുറിക്കാനായിട്ട്. അന്നേരം മുറിച്ചാൽ ഇതിനൊരു ടേസ്റ്റില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മളിതെല്ലാം മാറ്റി നിൽക്കുമ്പോൾ നമ്മുടെ കേക്ക് കണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കുന്നതാണ്. അപ്പം നമ്മുടെ കേക്ക് ആറി വന്നപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണ്. ഒരു കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം തീർച്ചയായിട്ടും ക്രിസ്മസിന് ഇതേ രീതിയിലൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കണം. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. മിക്സിയുടെ ജാറുണ്ട്, അതിനകത്തൊട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ ഇട്ടടിച്ചെടുത്താലും നമുക്ക് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. ഞാൻ കഴിച്ച് നോക്കിയാണ്, സൂപ്പറാണേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.